നമ്മള് ആദ്യം പോകുന്നത് സിംഗപ്പൂരിക്കാണ് അല്ലെ? നമ്മൾ സിംഗപ്പൂർ ചെല്ലുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? നമുക്ക് ഇവിടുന്ന് 9 മണി 9 സമയത്ത് അത് ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ നിന്നാണ് നമ്മള് സിംഗപ്പൂർക്ക് പോകുന്നത്. ബൈ ദ വേ ചെന്നൈയിലത്തെ മറ്റേ ലോഞ്ച് വളരെ എക്സലന്റ് ലോഞ്ച് ആയിരുന്നു. അവിടെ നിറയെ ഡിഷസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചു. ആക്ച്വലി നമ്മൾ അത് കുറച്ച് ലേറ്റ് ആയതോ സംശയം. സിംഗപ്പൂരിന്റെ ഫ്ലൈറ്റിൽ കയറാൻ ചെന്നൈയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് ആക്ച്വലി 1 രൂപയുള്ളൂ അല്ലേ ലോഞ്ചില്? 1 രൂപ 2 രൂപയാണ്. 2 രൂപ ഇന്ത്യൻ റുപ്പീസ് 2 രൂപ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വിശാലമായിട്ടുള്ള ഫുഡും അത്യാവശ്യം ഫുഡ് ബെവറേജ് ആണ്. എല്ലാം ഫുഡും ഉണ്ട്, എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിരുന്ന് സമയം കണ്ട് പോയി. അവസാനം നമ്മള് സിംഗപ്പൂർ പ്ലെയിൻ ഓടുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് അതിനകത്ത് കയറുണ്ടായിരുന്നത്. അപ്പോ അത് കഴിഞ്ഞ് സിംഗപ്പൂർ എത്തിയപ്പോ എനിക്കാണെങ്കിൽ അവിടെയാണോ നമ്മൾ മറ്റേ പൈലറ്റിന്റെ ഒപ്പം ഫോട്ടോ എടുത്തൊക്കെ? അതെ നമ്മൾ ഇറങ്ങിയിട്ട് പൈലറ്റിന്റെ ഒപ്പം പൈലറ്റിന്റെ കോക്പിറ്റിൽ കയറാൻ പറ്റില്ല. അത് എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫ്ലൈറ്റുകളിലും അത് അനുവദിക്കുന്നത്. നമുക്ക് പൈലറ്റിനെ കാണുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് നിന്നതിന് ശേഷം മറ്റുള്ള പാസഞ്ചേഴ്സ് കഴിഞ്ഞ് പോയതിനു ശേഷം നമുക്ക് എയർ ഹോസ്റ്റസ് പറഞ്ഞു കഴിഞ്ഞാല് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണമെങ്കിൽ നമ്മൾ പോണ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. നമ്മളിവിടെ സിനിമയിൽ കയറാശം ഒരു ഷൈൻ ടോൺ ചാക്കോ ആളില്ലേ, ആള് കോപ്പിനകത്ത് കയറിണ്ടായിരുന്നു വിത്തൗട്ട് പെർമിഷൻ. ആ പോലീസ് അറസ്റ്റിംഗ് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞെങ്കിൽ ഈ പൈലറ്റുമാർക്ക് കാണണ്ടേ ചോദിച്ചായിരുന്നു. ആക്സിഡന്റ് ഉത്തരം ഇതാണ്, അതായത് വണ്ടി ഉറക്കുന്ന മുമ്പല്ല, ഫ്ലൈറ്റ് ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്തതിനു ശേഷം എയർ ഹോസ്റ്റസ്മാരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോക്പിറ്റ് തുറന്ന് കാണാം. പലരും പുറത്തേക്ക് വരും, നമുക്ക് അവർ കണ്ട് പരിചയം. സിംഗപ്പൂരിൽ ഏറ്റവും രസം സാധാരണ നമ്മൾ കാണുന്ന നമ്മളിപ്പോ ദുബായിലേക്കിടക്ക് പോയി വരുന്ന ആൾക്കാരാണല്ലോ, എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറക്കാൻ പാച്ചിലാണ്, പുറത്തേക്ക് പോകുന്ന തിരക്കിലാണ്. സിംഗപ്പൂർ ആരും പുറത്തു പോകുന്നില്ല. ഈ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ എയർപോർട്ട് തന്നെയാണ്, ചാങ്കി എയർപോർട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ജുവൽ ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്, ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോ എല്ലാവരും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ആൾക്കാർ എയർപോർട്ട് പുറത്തു പോകുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞ് നമ്മളത് കാണുന്ന സമയത്താണ് തോന്നുന്നത് മെട്രോ ഒക്കെ കുടിക്കിട്ട് ഈ മറ്റേ വാട്ടർഫോൾസിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ സ്കൈ ട്രെയിൻ അതിനകത്ത് പോകുന്നുണ്ട്. മെട്രോനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അത് ആക്ച്വലി സിംഗപ്പൂരിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എയർപോർട്ടിന്റെ പുറത്ത് എവിടേക്ക് ഇറങ്ങേണ്ടി വന്നില്ല. ബേസിക്കലി എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ പുറം ലോകം കാണാണ്ട് മുമ്പ് തന്നെ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സ്കൈ ട്രെയിൻ അത് എയർപോർട്ടിന്റെ ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് കയറിയിട്ട് നമ്മൾ നേരെ സബ്വേയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സബ്വേയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ. മെട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മെട്രോ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് മുകളിൽ കൂടെ പോണതല്ല, സബ്വേ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അടിയിലാണ്. അപ്പൊ നമ്മൾ ഇരിക്കണമെങ്കിൽ ഏകദേശം ഒരു 6 ലെയർ താഴേക്ക് പോയിട്ടുണ്ട്, പിന്നെ ലെയർ താഴേക്കുണ്ട്. അപ്പോ ആ സബ്വേ സിസ്റ്റം ഒരു എക്സലന്റ് സിസ്റ്റം ആണ്. പുറമേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ അടിയിൽ കൂടിയാണ് കംപ്ലീറ്റ് യാത്രകളൊക്കെ നടക്കുന്നത്. അപ്പോ ചെന്നിറങ്ങിയിട്ടല്ലോ ഈ റെയിൽവേതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, അത് ഏകദേശം എങ്ങനെയാണ് ഇത് പോണത് അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് എളുപ്പമായി. ആ മാപ്പ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാവർക്കും. ആദ്യമായിട്ട് ഈ സംഭവം സബ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ആളും ചോദിക്കണമെങ്കിൽ മനസ്സിലായി. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. തമിഴ് അനൗൺസ്മെന്റ് ചൈനീസിലുണ്ട്, പിന്നെ എനിക്ക് മലയാള ലാംഗ്വേജിലുണ്ട്, പിന്നെ തമിഴ് ലാംഗ്വേജിലാണ് അനൗൺസ്മെന്റ്. അപ്പൊ എനിക്കൊണ്ട് തമിഴ് അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആണ്, സിംഗപ്പൂരിന്റെ ഒഫീഷ്യൽ ഭാഷയിൽ വരുന്നതാണ്. അപ്പൊ അത് എനിക്കൊക്കെ ആ സബ്വേയുടെ പേര് ഈസി ലിങ്ക് എന്ന് മറ്റാന്ന് തോന്നുന്നു. സബ്വേയുടെ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന കാർഡ് ഉണ്ട്, അതാണ് ആ കാർഡ് നമുക്ക് കിട്ടിയ എല്ലാത്തിനും. അത് മാത്രല്ല നമ്മുടെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലേ ടാപ്പ് ചെയ്ത് പോവാം. അല്ലാണ്ട് ഈ കാർഡ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഓക്കെയാണ്, പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ പോവാൻ പറ്റും. അപ്പൊ ചെറിയ പോവായിരിക്കും, പക്ഷെ കാർഡ് എടുക്കുന്നതാണ് ബെസ്റ്റ്. കാർഡ് നമുക്ക് എടുത്ത ഏറ്റവും $5 കാർഡ് ചാർജ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഫീഡ് ചെയ്തിട്ട് നമ്മൾ പോയി നമ്മൾ ചെന്നിറങ്ങി ഓർമ്മയുണ്ട്. നമ്മള് ഹോട്ടലിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെ പേര് നോക്കി നമ്മൾ മറ്റേ സഭയിൽ കയറിയിരിക്കണം. ഹോട്ടലിന്റെ പേര് എന്തായിരുന്നു? ഹോട്ടലിന്റെ പേര് ആ ഹോട്ടൽ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ സബ് സ്റ്റേഷൻ പുറത്തിറങ്ങി നേരെ ഹോട്ടലിലേക്ക് ഇറങ്ങണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി മെട്രോന്റെ താഴെ ഇറങ്ങി നോക്കണ സമയത്തുണ്ട് എവിടേക്കാ ഹോട്ടൽ. നമ്മൾ ഇത്ര അറിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള നമ്മള് സിറ്റി സെന്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നേരെ ഇതിന്റെ മുമ്പിൽ തന്നെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ നമ്മൾ എത്തുമ്പോ രാത്രി ആയിട്ടുണ്ട്, നമ്മളിങ്ങനെ 10 മണി 10:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ സമയം തമ്മിൽ ഏകദേശം ഒരു 3-4 മണിക്കൂറിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ എല്ലാം ആസ് യൂഷ്വൽ ആണ്. ആൾക്കാരും കുറെ ആൾക്കാർ പുറത്തുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ സംസാരിച്ച് അവിടെ റൂമിലൊക്കെ കയറിയിട്ട് നിന്ന് എല്ലാം നല്ല സംഭവമാണ്. പിന്നെ നോക്കിയുള്ള മനസ്സിലായി നമുക്ക് അധികം സമയമില്ല. വൈകുന്നേരം വീണ്ടും 6 മണിക്ക് ഫ്രാൻസിലേക്ക് ഫ്ലൈറ്റ് കയറേണ്ടതല്ലേ. അപ്പൊ പിന്നെ രാത്രി കാഴ്ച കാണാൻ പിന്നെ നാളെ സമയമില്ല. അപ്പൊ ഇന്ന് രാത്രി യാത്ര കാഴ്ച ഞങ്ങള്
രാത്രി ഒരു ടാക്സി വിളിച്ചിട്ട് ഊബറിന്റെ ടാക്സി വിളിച്ചിട്ട് ഊബർ ടാക്സി സാറിന് ഓർമ്മയുണ്ട് ഊബർ ടാക്സി വിളിച്ചപ്പോഴുള്ളത് ഒരു വളരെ അതെ അതിന്റെ ഡ്രൈവർ ആരായിരുന്നു ഒരു യങ് ലേഡി വന്നിട്ട് അത്രയും സേഫസ്റ്റ്. അതെ അതെ അവര് വരുന്നു, നമ്മൾ എവിടേക്ക് പോകണ്ടെന്ന് ചോദിക്കുന്നു. ജസ്റ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്, അവര് ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തത്, ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. അത് വരുന്നു, നമ്മൾ അങ്ങോട്ട് പോകും കൃത്യമായിട്ട്. നമ്മൾ ആ രാജ്യത്തെ സേഫ്റ്റി നോക്കുന്നത്. അത് രാത്രി 12 മണിക്ക് ഊബർ പിടിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വരുന്നത്. നമ്മൾ 4 ആണുങ്ങൾ മറ്റേ ക്യാഷ് കഴിക്കുന്ന സമയത്ത് ഒരു പേടിയോ ഭയമോ ആ കുട്ടിക്ക്, നമുക്ക് പേടി, ഈ കുട്ടിക്ക് ഇത്രയും ധൈര്യമൊന്നും വിചാരിച്ചു. നമുക്ക് 1 മണിക്കൂർ അല്ല ഒരു 10 മിനിറ്റ് നമ്മൾ സിറ്റിസണിലേക്ക് എത്തി. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നല്ല 3 ബിൽഡിങ്ങിന്റെ മുകളിൽ ഷിപ്പ് കൊണ്ടുവച്ചിട്ടുള്ള ബിൽഡിംഗ്. അത് സിംഗപ്പൂരിന്റെ ഒക്കെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഭാഗം. അതിന് മുമ്പിൽ വലിയൊരു മോള്, എല്ലാ ബാങ്കുകളുടെയും കാസിനോ, ബിൽഡിംഗ് ഫോറസ്റ്റ് ബിൽഡിംഗ് ഫോറസ്റ്റ്, പിന്നെ കാസിനോസ്, ആ ബിൽഡിംഗ് വലിയ ബ്രാൻഡ് നെയിമുള്ള ലൂയി വിട്ടോന്റെ വലിയൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഷോറൂം. അവിടെ നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ബിൽഡിംഗ് ഫോറസ്റ്റ്. അതായത് ഇത്ര ഫോറസ്റ്റ് ബിൽഡിംഗ് നമുക്ക് ആകാശം കാണാൻ പറ്റാത്ത പോലെ ബിൽഡിങ്ങുകൾ. നൈറ്റ് വ്യൂ നല്ല രസമായിരുന്നു, ഫുൾ ലൈറ്റ് ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ആ പനകളൊക്കെ വെച്ചിട്ടുള്ള ഏരിയ, അവിടെ നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല ഒരു പുലർച്ചെ 3 മണി സമയത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ക്രിസ്മസിന്റെ ഒരു കപ്പഴേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം അതൊരു ഒക്ടോബർ അവസാനം, ഒക്ടോബർ 27-28 സമയം. അപ്പൊ ആ മോളുകളിലൊക്കെ ക്രിസ്മസിന്റെ ട്രീസ് കൊണ്ടുവയ്ക്കലും ആ മഞ്ഞ് പോലത്തെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട്. പക്ഷേ ഈ സിംഗപ്പൂർ ഇച്ചിരി ചൂടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് തന്നെ, ചൂട് കൂടുതലില്ല, തണുപ്പുള്ള രാജ്യം പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സിംഗപ്പൂർ നല്ല ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. തിരിച്ച് നമ്മുടെ റൂമിൽ എത്തുന്നത് ഒരു 4 മണിയാണ്. 4 മണിക്ക് ആയിട്ടുണ്ട്. ഉറങ്ങുക പിറ്റേസം കാലത്ത് ചോദിച്ചപ്പോഴാണ് $15. അതെ അതെ അതെ, $15. സിംഗപ്പൂർ 65 രൂപ ഒരു ഡോളറിന്റെ. അപ്പൊ ഏകദേശം ഒരു 900-1000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തർക്കും. അതെ അതെ, മാക്സിമം കഴിച്ചു. അല്ല, ആ നമ്മുടെ ഇന്ത്യൻ റുപ്പീസും മറ്റേ സിംഗപ്പൂർ ഡോളറും യൂറോ എന്ന ഡിഫറൻസ് ഒക്കെ ഇല്ലേ, അത് 1002 യാത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണോ കറൻസി, അവര് ചോദിക്കുന്ന കറൻസി കൊടുക്കാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് അങ്ങനെയാവും. നമ്മളിപ്പോ അങ്ങനെയാണല്ലോ, കാരണം നമ്മുടെ കറൻസി ഉണ്ട്. അവരാ റേറ്റ് 15 രൂപയാണെങ്കിൽ അത് അവിടുത്തെ 15 ഇവിടുത്തെ 5 വിചാരിക്കേണ്ട കാര്യങ്ങളില്ല, 15 എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കും. പക്ഷേ സാറ് എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിന്റെ കേസ് പറയുമ്പോൾ വൃത്തി, ക്ലീൻലെസ്, സാറ് പറഞ്ഞ ക്ലീൻ ചെയ്ത മെഷീനൊന്നും കാണാനില്ല. പക്ഷേ പുലർച്ചെ പോലെ നമ്മൾ നോക്കി വരണം കണ്ടില്ല, പോലീസിനും കണ്ടില്ല, പോലീസ് ഇല്ല. ഇമിഗ്രേഷന്റെ കേസ് സാറ് പറഞ്ഞില്ലേ, ഇമിഗ്രേഷനിൽ എത്തുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിന്റും ഐ സ്കാനിങ് മാത്രമേ ഉള്ളൂ, ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ല. അപ്പൊ നമ്മള് ബേസിക്കലി ഫിംഗർ പ്രിന്റും ഐ സ്കാനിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ മറ്റു ഡോർ തുറക്കുന്നു, നമ്മൾ ഉള്ളിൽ കിടക്കുന്നു. അതേപോലെ തന്നെ ഹോട്ടലൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ആയാലും ഒക്കെ സേഫ് ആയിട്ട് നമുക്ക് പറയാൻ പാടുന്ന എനിക്കറിയില്ല. ടോയ്ലറ്റിലത്തെ വെള്ളമാണ് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ ഇവിടുത്തെ വെള്ളം ബേസിക്കലി എല്ലാ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ ആണ്. അപ്പൊ ടോയ്ലറ്റിൽ പ്രത്യേകം ടാപ്പ് വെച്ചിട്ടുണ്ട്, വാഷ് ബേസിൽ ഒരു സെപ്പറേറ്റ് ടാപ്പ് വെച്ചിട്ട് സെയിം വെള്ളത്തിന്റെ സോഴ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരെണ്ണം നമ്മുടെ കൈ കഴുകാനും ഒരെണ്ണം വേറെ ടാപ്പ് വെച്ചിട്ടുള്ളത് കുപ്പിയിലേക്ക് വേണം കുടിക്കാന്നുള്ള സംഭവമാണ്. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് സിംഗപ്പൂർ ബേസിക്കലി ഒരു പറഞ്ഞ പോലെ ആൾക്കാർക്ക് ലോങ് ടേം സെറ്റിൽമെന്റ്, PR ഒക്കെ കിട്ടി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതായത് എനിക്ക് വെച്ചാലേ അത്രയധികം ഹോട്ടൽസ്, അത്രയധികം ഹോസ്പിറ്റാലിറ്റി, അവരുടെ ഹോസ്പിറ്റാലിറ്റിയും ബെസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല, കംപ്ലീറ്റ് ഷിപ്പുകൾ കാണാം നമുക്ക്, ഫുൾ ഷിപ്പുകൾ. സാറേ ഞാനും പ്രവീൺ സാറായിരുന്നു അടുത്തിരുന്നു. അപ്പോൾ ഷിപ്പുകൾ ഇങ്ങനെ ലാൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ലോജിസ്റ്റിക്സും ഇതിനൊക്കെ ഭയങ്കര സ്കോപ്പ് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇവൻ ഹോസ്പിറ്റാലിറ്റി പോയാൽ രക്ഷപ്പെടാനും പറ്റുന്നുണ്ടല്ലോ. ഹോസ്പിറ്റാലിറ്റി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ സിംഗപ്പൂര് ബേസിക്കലി എല്ലാവർക്കും ജോലി കിട്ടും. അപ്പോൾ സിംഗപ്പൂർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ആ ഇതിൽ ചെന്നപ്പോൾ കണ്ടില്ലേ, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാക്ഡൊണാൾഡ്സിലല്ലേ നമ്മൾ അവിടെ പാർട്ട് ടൈം ജോലിക്ക് ആൾക്കാർ $1000-1200 എപ്പോഴും പാർട്ട് ടൈം. വിദേശങ്ങളിലൊക്കെ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ ബേസിക്കലി പാർട്ട് ടൈം ജോലി അനുവദിക്കുന്നുണ്ട്. അവിടെയൊക്കെ ബേസിക്കലി മക്ഡൊണാൾഡ്സ്, KFC ഇങ്ങനത്തെ പ്രമുഖമായിട്ട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ എപ്പോഴും ആൾക്കാർ ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു ഡെയിലി വേജസ് പോലെയാണ് കണക്കാക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ സിംഗപ്പൂരിൽ നമ്മൾ കൈ നേരിട്ട് കണ്ടു, നമ്മൾ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അവിടെ പാർട്ട് ടൈമിന് ആണെങ്കിൽ €22 സംതിങ്, യൂറോ അല്ല മറ്റേ സിംഗപ്പൂർ ഡോളർ എന്തോ പെർ അവർ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്
സിംഗപ്പൂർ പോയിട്ട് എനിക്കൊന്നും ആരും ജോലിയാണ് നടക്കി മടക്കേണ്ടി വരും തോന്നുന്നില്ല. അത്രയും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. വലിയ ജോലികളൊന്നും ആദ്യം തന്നെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സകല ചാൻസ് നമുക്ക് 3.5 ലക്ഷം രൂപയുടെ നമ്മുടെ ഓപ്ഷൻ വേണമെന്ന് കുട്ടികൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ വെറും കോളേജിൽ പോയപ്പോൾ അവരും പറഞ്ഞു ബേസിക്കലി നിങ്ങൾക്ക് ഒരു ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ജസ്റ്റ് അവയർനെസ് ഉണ്ടായിരിക്കുകയും പ്ലസ് അതിനൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി അവരവിടെ ഫേസ് ചെയ്യുന്നത് പറഞ്ഞു. നോർത്തിൽ നിന്ന് കുറെ ആൾക്കാർ വരും, പക്ഷെ അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരായാലും ഇംഗ്ലീഷ് അറിയില്ല. മലയാളികൾ തമിഴന്മാർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്ക് അവരുടെ ഭാഷയുണ്ട്, തമിഴ് ഭാഷ അതുണ്ട്. എന്നാലും തമിഴ്സിന് പ്രശ്നം വരില്ല. അവർക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ് കൂടുതൽ ആവശ്യം എന്നുള്ളത്. അതെ, ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും പോയപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ERC കോളേജിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോയത്. ഇവിടേക്ക് പോയിട്ട് നമ്മൾ ആ റെസ്റ്റോറന്റിൽ ഒരു ട്രഡീഷണൽ സാറിനെ വിളിച്ചുകൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ പോർക്ക്, പിന്നെന്തിനാണ് താറാവ്, റിബ്സ് സംഭവങ്ങളൊക്കെ നമ്മളുടെ ടേസ്റ്റ് അല്ല, പക്ഷെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. അപ്പം ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വേറെ ട്രാവലേഴ്സിനെ പോലെ ബസ്സിൽ യാത്ര ചെയ്യുക, കാറിൽ യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, എല്ലാത്തിനും ഈ കാർഡ് മതി. ഈ കാർഡ് ബസ്സിന്റെ മുകളിലൊക്കെ ഇരുന്ന് രസകരമായിട്ട് എല്ലാ സാധനങ്ങളും കാണാനും ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാ. സിംഗപ്പൂരത്തെ ആൾക്കാരൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്, ഫ്രണ്ട്ലി ആണോന്നാ. നമ്മള് ഇത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഓർമ്മയില്ലേ, എന്നിട്ട് ജോണിന്റെ ബാഗ് നമ്മൾ എവിടെ വെച്ച് മറന്നു. ഈ ചിക്കനും അല്ല ഈ ഫുഡ് കഴിച്ചു കൊടുത്ത് മറന്നു പോന്നു. അതിലെന്തൊക്കെയുണ്ട്? പൈസ ഉണ്ട്, യൂറോസ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. മറന്ന് എന്നിട്ട് ഫ്രാൻസിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോഴാണ് മറക്കണേ. അപ്പൊ സാറും പ്രവീൺ സാറും കൂടിയിട്ട് ഞങ്ങൾ പെട്രോളിൽ നിങ്ങൾ എന്തായാലും എയർപോർട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചതൊക്കെ പോയി, ഞങ്ങളിവിടെ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷെ തിരിച്ച് വന്നപ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടത്. ഞങ്ങൾ അവിടെ ചെന്ന് ഹോട്ടലിൽ ചെന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ബാഗ് മിസ്സായതിൻ്റെ ഒന്നും പറയല്ല, ഒരു ബാഗ് എടുത്തു തന്നു. ഒന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ 10,300 യൂറോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ തിരിച്ച് തന്നിട്ട് പറയുകയാണ്, ഞാൻ അന്നേരം ഞാൻ ഒരു 10 സിംഗപ്പൂർ ഡോളർ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തവർക്ക് ടിപ്പായിട്ട് മേടിച്ചില്ലേ. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത്, നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്യാൻ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ടിപ്പൊന്നും തരാൻ പാടില്ല. താങ്ക്സ് പറഞ്ഞ് അവർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഒന്ന് ആലോചിക്കും സാർ, നമ്മുടെ എവിടേക്കാണെങ്കിൽ അത് പോയിട്ടുണ്ടാവും എന്നൊക്കെ കുറേയൊക്കെ തിരിച്ചു വിടുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ പോലീസിലേക്ക് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ തെളിവ് കാണിക്കേണ്ടി വരും. ഓക്കെ, ഇത് അവർക്ക് അവിടെ ചെന്നപ്പോ തന്നെ അവർക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. നമുക്ക് സിംഗപ്പൂർ ഫുൾ CCTV പോലീസുകാരില്ലെങ്കിലും അവർ കൺട്രോൾ റൂമിൽ നിന്ന് ഓരോ ആൾക്കാരുടെ മൂവ്മെന്റ് നോക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഒരു അഴുക്ക് താഴ്ക്കിട്ട് കഴിഞ്ഞാൽ അപ്പൊ പോലീസ് പിടിക്കുന്നുണ്ട്. പിടിക്കാനെങ്കിൽ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സിഗരറ്റ് വലിച്ചിട്ട് മറ്റേ സിഗരറ്റിന്റെ ബട്ട് കളഞ്ഞാൽ അതിനൊക്കെ ഒരു സ്ഥലം കൊടുത്തിരിക്കുക. എല്ലാത്തിനും സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ തന്നെ അല്ലേ, എല്ലാ ബസ് സ്റ്റോപ്പിലും സിഗരറ്റ് വലിക്കാൻ നിങ്ങൾക്ക് അവിടെ ഇടാം. എല്ലാം ചെയ്യാം, എല്ലാം ക്ലീൻ. അതൊരാളും പുറത്തിടുന്നില്ല. വേസ്റ്റ് ഇടാനുള്ള ബിൻസും എല്ലാം ഫിക്സ്ഡ് ആണ്. സിംഗപ്പൂർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഫൈൻ സിറ്റി വിത്ത് ഫൈൻ. ഫുൾ ഗാർഡൻ, റോഡുകളൊക്കെ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണാൻ ബെസ്റ്റ്. ഇതൊരു ഗാർഡൻ സിറ്റി തന്നെ. സാറ് പറഞ്ഞ പോലെ ഫൈൻസിന് സംഭവം ഉണ്ട്, ഫൈൻ സിറ്റി ബിക്കോസ് ഓഫ് ഫൈൻസ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഭംഗി വയസ്സും അവര് അതേപോലെ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്നിട്ട് പോയത് ലാസ്റ്റ് പിന്നെ സിംഗപ്പൂരിന്റെ പേരുണ്ടായിരുന്നു, മറ്റേ വായിൽ നിന്ന് വെള്ളം തുപ്പുന്ന ഒരു സിംഹത്തിന്റെ ഒരു സംഭവം. അവിടെ നിന്നിട്ടാണ് മറ്റേ ബിൽഡിംഗ് വീണ്ടും വീണ്ടും ബിൽഡിംഗ് കണ്ടു. സിംഗപ്പൂർ ബേസിക്കലി ഒരു ഫിഷിംഗ് ഹാർബർ ആയിരുന്നു. സിംഗപ്പൂരൊക്കെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറെ കഴിഞ്ഞാൽ സിംഗപ്പൂരൊക്കെ ഇൻഡിപെൻഡന്റ് ആവണത്. പക്ഷെ ആ സമയത്തൊക്കെ ഒരു ചെറിയൊരു ഫിഷിംഗ് മുക്കോമാരും സംഭവമൊക്കെ ആയിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് സിംഗപ്പൂരിൽ ഒരു 10-40 വർഷമൊക്കെ ആയിട്ട് സിംഗപ്പൂർ ഭയങ്കരമായ ഗ്രോത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ അവരുടെ ആ സിംഹത്തിന്റെ മുഖം മാത്രമേ ഉള്ളൂ, അതിന്റെ ബോഡി ഫിഷാണ്. അവിടെ മറ്റേ മത്സ്യകന്യകയൊക്കെ ഇല്ല, ആ കോൺസെപ്റ്റില് മുഖം മാത്രം മറ്റേ സിംഹവും ബാക്കിയുള്ളത് ഫിഷിന്റെ ഭാഗമാണ്. ആ ഫിഷിന്റെ ട്രഡീഷൻ കാണിക്കാനായിട്ടുള്ളത് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അത് വലിയൊരു സ്റ്റാച്ചു ഒന്നും അല്ലെങ്കിൽ ഒരു 8 അടി ഒക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു മനുഷ്യനെ കുറച്ചുകൂടി ഹൈറ്റുള്ള പക്ഷേ ഭയങ്കര ഐക്കോണിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ.